ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, 17/3/2023 ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, അങ്ങല്ല ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ഈ സഭയിൽ തന്ന ഒരു തരത്തിൽ കേരളത്തിൽ വയ്ക്കുന്ന സ്വർണത്തിൻ്റെ കണക്ക് എത്ര എന്നതിനെക്കുറിച്ച് ഒരു തിട്ടവുമില്ല എന്നാണ് സാർ. ആ ചോദ്യം, അതിൻ്റെ ഉത്തരം എൻ്റെ കയ്യിലിരിപ്പുണ്ട് സാർ. ഇവിടെ ഞങ്ങളുടെ ഒരു പരിശോധന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കണക്ക് കൂടെ വെച്ച് 10,000 ടൺ സ്വർണ്ണമാണ് ഇന്ത്യയിൽ ആകെ വരുന്നത്. അതിൽ 30% കേരളത്തിലാണ്. എന്ന് പറഞ്ഞാൽ 300 ടൺ സ്വർണം നമ്മുടെ ഈ കേരളത്തിൽ വരുന്നുണ്ട്. അതിന് കിട്ടേണ്ട നികുതി യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നില്ല. നികുതി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമോ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകൾക്ക് നികുതി വേണ്ട എന്നൊരു നിലപാടോ, രണ്ടിലേതെങ്കിലും ഒന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ഏറ്റവും വലിയ നികുതി ചോർച്ച നടക്കുന്ന ഈ രംഗത്ത് നികുതി ചോർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി എടുക്കുമോ? ഇതുവരെ എടുത്തിട്ടുള്ള നടപടി എന്താണ് എന്ന് വിശദീകരിക്കാം. മിനിസ്റ്റർ. സർ, നികുതി വെട്ടിപ്പ് തടയുന്നതിനും ചോർച്ച ഒഴിവാക്കുന്നതിനുമുള്ള ഫലപ്രദവും ശക്തവുമായ നടപടികളാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, 2024-25 ഈ സെപ്റ്റംബർ 30 വരെ മാത്രം നടത്തിയ പരിശോധനകളുടെ എണ്ണം 343 ഈ സെപ്റ്റംബർ 30 വരെ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ, ഈ സാമ്പത്തിക വർഷത്തെ 6 മാസത്തിനുള്ളിൽ ഈ പരിശോധനകളിലൂടെ കണ്ടെത്തിയ നികുതി വെട്ടിപ്പ്, GST വെട്ടിപ്പ് 488 കോടി രൂപയുടേതാണ്. അതിൽ 305 കോടി രൂപ തിരിച്ചടപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ B2C മേഖലയിൽ ബില്ല് കൊടുക്കാത്തത് തടയുന്നതിനായി ബില്ലടച്ചാൽ അപ്പോൾ തന്നെ വകുപ്പിനും വ്യക്തികൾക്കും വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഈ ഇൻവോയ്സിംഗ് സംവിധാനം കേരളം നടപ്പാക്കണമെന്ന് ദീർഘകാലമായിട്ട് ആവശ്യപ്പെടുന്നത് കേരളമാണ്. ഇതിൻ്റെ ഫലമായി, കേരളത്തിൻ്റെ ആവശ്യത്തിൻ്റെ ഫലമായി ഈ ഇൻവോയ്സിംഗ് സംവിധാനം നടപ്പിലാക്കാൻ GST കൗൺസിൽ തീരുമാനിക്കുകയും അത് ആദ്യമായി റോൾ ഔട്ട് ചെയ്യാൻ കേരളം തന്നെ തിരഞ്ഞെടുക്കുകയും കേരളം തന്നെ റോൾ ഔട്ട് ചെയ്യാമെന്ന് നാം സമ്മതിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഫലപ്രദമായിട്ടുള്ള നടപടികളാണ് സ്വർണത്തിൻ്റെ കാര്യത്തിലുള്ള നികുതി വെട്ടിപ്പ് തടയുന്നതിന് വേണ്ടി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇൻ്റലിജൻസ് സംവിധാനം ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. അതിലൂടെ വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പ് നമുക്ക് തടയുന്നതിന്, ബോധപൂർവമായി നികുതി വെട്ടിക്കുന്നവരെ പിടികൂടുന്നതിനും ആ നികുതി വെട്ടിപ്പ് തടയാനും ഫലപ്രദമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2023-24 മാത്രം ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ 2000 കോടിയിലധികം രൂപയാണ് ഖജനാവിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അങ്ങയുടെ വിശദീകരണം ഫാക്റ്റുമായിട്ട് ചേരുന്നതല്ല. 2016 2882 രൂപ ഒരു ഗ്രാമിന് സ്വർണത്തിൻ്റെ വിലയുള്ളപ്പോൾ ഇപ്പോൾ അത് 7100 രൂപയാണ് സാർ. പക്ഷേ നമുക്ക് കിട്ടുന്ന നികുതി വാങ്ങാത്തകയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില വല്ലാതെ കൂടി, പക്ഷേ സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി ഒട്ടും മുന്നോട്ട് പോയില്ല. അതെന്താണ് എന്ന് പരിശോധിക്കാൻ. രണ്ടാമത്തെ കാര്യം, അങ്ങ് പരിശോധനയെക്കുറിച്ച് പറഞ്ഞ ആഭ്യന്തര പരിശോധന. സാർ, ആഭ്യന്തര പരിശോധന നടത്തുന്നതിന് വേണ്ടി നമുക്കൊരു ഫിനാൻസ് ഓഫീസർ പോലും ഇല്ല എന്നുള്ള സത്യം അങ്ങ് പരിശോധിച്ചിട്ടുണ്ടാവില്ല. വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അങ്ങയ്ക്ക് ഉടനടി അതിന് മറുപടി പറയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുമില്ല. അവിടെ ഒരു ഫിനാൻസ് ഓഫീസർ പോലും ഇല്ല. അങ്ങനെ കുത്തൊഴിഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് നിലയിലാണ് ഈ നികുതി വരവ് വർദ്ധിപ്പിക്കും എന്ന് അങ്ങ് പറയുന്നത്? മിനിസ്റ്റർ. സാർ, ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ, സർക്കാരിൻ്റെ മറുപടിയല്ല ആധികാരികം, അദ്ദേഹത്തിൻ്റെതാണ് എന്ന് അവകാശപ്പെടുകയാണ്. അത് ബഹുമാന്യനായ തിരുവഞ്ചൂരിൻ്റെ ഒരു ശൈലിയാണ്. ഞാൻ പറഞ്ഞത് വസ്തുതയാണ്, ഞാൻ പറഞ്ഞതല്ല വസ്തുത, അദ്ദേഹം പറയുന്നതാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. സർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കണക്ക് കൂടി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ GST സംവിധാനത്തിൻ്റെ റീസ്ട്രക്ചറിങ്ങിന് മുമ്പ് കേരളത്തിൽ പ്രതിവർഷം പിരിച്ചിരുന്നത് 30 കോടിയാണ്. 30 കോടിയാണ് നികുതിയായിട്ട് പിരിച്ചത്. ഇപ്പോൾ നമ്മൾ 2000 കോടിയാണ് നികുതിയായിട്ട് പിരിക്കുന്നത്. അതാണ് വ്യത്യാസം. ഇപ്പോൾ എത്ര മടങ്ങാണ് വർധനവുണ്ടായിട്ടുള്ളത് എന്ന് അങ്ങ് പരിശോധിച്ചാൽ മതി. പക്ഷേ അങ്ങ് സാധാരണഗതിയിൽ ഇത് ഫാക്റ്റ് അല്ല, ഞാൻ പറയുന്നതാണ് ഫാക്റ്റ് എന്നായിരിക്കും അങ്ങ് വാദിക്കുക.
പക്ഷെ വസ്തുത അതാണ്. സർ, ഇന്ത്യയിൽ ആദ്യമായി, സർ ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്, സഭയുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഓഡിറ്റ് സംവിധാനം ആരംഭിച്ചത് കേരളത്തിലാണ്. 2024 ജനുവരി മുതൽ ഓഡിറ്റ് സംവിധാനം കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. നികുതി വെട്ടിപ്പ് തടയുന്നതിനും നികുതി സമാഹരണം ശക്തിപ്പെടുത്തുന്നതിനും സ്വീകരിച്ച നടപടികളാണ്. മാത്രമല്ല സർ, ഈ ഓഡിറ്റ് സംവിധാനത്തെക്കുറിച്ച് പരിശോധിക്കാൻ അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധി സംഘങ്ങൾ കേരളം സന്ദർശിക്കുകയുണ്ടായി സർ. അപ്പോൾ കേരളത്തിൻ്റെ നികുതി പിരിവ് സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവർ വരുന്നു എന്നുള്ളത് നല്ല കാര്യം, നമുക്ക് ഇരുകൂട്ടർക്കും സന്തോഷിക്കാവുന്ന കാര്യമാണ്. അങ്ങ് സർ യെസ് മിനിസ്റ്റർ പ്ലീസ്. സർ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, ഹരിയാന ഈ 5 സംസ്ഥാനങ്ങളിൽ നിന്ന് 4 സംസ്ഥാനങ്ങൾ, ഹരിയാന വരാനിരിക്കുന്നു, 4 സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ ഓഡിറ്റ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനുള്ള പ്രതിനിധി സംഘങ്ങൾ വരികയുണ്ടായി.